വെൽക്കം ബാക്ക് ടു എബി ഫാമിലി. അഭിമന്യു അർജുൻ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ പ്രസംഗം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങളതൊന്ന് കേട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തണേ. താങ്ക് യു. പുലമൺതോട്ടില്ല സ്നാനപ്പെടുത്തുന്നു, വമ്പം പരിപാടി. ഇന്ന് ആരും അറിയാതെ പോലെ കോട്ടയം സ്വിമ്മിംഗ് പൂളിൽ പോയൊന്നുമല്ല, പബ്ലിക് ആയിട്ടുള്ള സ്നാനമാണ്. സ്തോത്രം. ഭയങ്കര ഉത്സവം പോലെ. സ്തോത്രം. സ്നാപകൻ ഫ്രണ്ടിൽ നടക്കും, സ്നാനപ്പെടുന്നവർ പറയുന്ന നടക്കും, അതിനെ പുറകെ സഭ നടക്കും, ടമ്പറൊക്കെ അടിച്ച് ജയം ജയം ഹല്ലേലൂയ, ഭയങ്കര ഉത്സവം അവർക്ക്. സ്തോത്രം. അങ്ങനെ കൊട്ടാരക്കര പുലമൺതോടിന്റെ താഴെ ഭരിച്ചു. സ്തോത്രം. സ്നാനപ്പെടുത്താൻ വേണ്ടി പാസ് ആദ്യം കടവിലിറങ്ങി. ഇന്നത്തെ പോലെ ചാടിക്കുത്തി കയറി രണ്ട് സ്നാനം നടത്തി അങ്ങ് തിരിച്ചു കയറി പോവുമല്ല. അവിടെ കാളെ കുളിപ്പിക്കാൻ വന്നവനുണ്ട്, വണ്ടി കഴുകാൻ വന്നവനുണ്ട്. ഇവരൊക്കെ പാസ് സുവിശേഷ യോഗം ഒന്ന് പ്രസംഗിക്കും. സ്തോത്രം. ഇങ്ങനെ 4 സ്നാനങ്ങൾ കഴിഞ്ഞിട്ട് അവസാന സ്നാപകൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതെല്ലായിടത്തും ചോദിക്കും, ഇവിടെ ചോദിക്കുന്നതല്ല ചിന്ത. സ്നാപകൻ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം ചെവി തുറന്ന് കേട്ടോണം. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന മഹാജനത്തോട് ഞാൻ ചോദിക്കുന്നു, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ, ജഡരക്തങ്ങളോടാകട്ടെ മാംസരക്തങ്ങളോടാകട്ടെ ആലോചന ചോദിക്കാതെ തന്റെ ഇടത്തോടെ നിങ്ങൾക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് പാസ്റ്റർ ആശീർവാദം പറയും. അങ്ങനെ ആരും പോവാറില്ല. സ്തോത്രം. ഇവിടെ സ്നാനക്കടവിൽ നിൽക്കുന്ന പാസ്റ്റർ ചോദിച്ചു, ഈ കൂടി നിൽക്കുന്ന ജനസമൂഹത്തോട് ഞാൻ ചോദിക്കുന്നു, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് ഭരിക്കുന്നെങ്കിൽ, ജഡരക്തങ്ങളോടോ മാംസരക്തങ്ങളോടോ ആലോചന ചോദിക്കാതെ തന്റെ ഇടത്തോടെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരാം എന്ന് പറഞ്ഞപ്പോൾ എന്റെ അപ്പൻ അങ്ങ് ഇറങ്ങി ചെന്നൊരു സ്തോത്രം പറഞ്ഞാൽ. പാസ്റ്റർ ചോദിച്ചു, അർജുനൻകുട്ടി കുളിക്കാൻ വന്നതാണോ? അല്ല, സ്നാനപ്പെടാൻ വന്നതാ. സ്തോത്രം. അത് കഴിഞ്ഞ ആഴ്ച ചീട്ട് കളിക്കാൻ കോറന്തയ്ക്കാതെ ഇങ്ങോട്ട് വന്നിരുന്നപ്പോൾ ആരാധന ഒറ്റ ദിവസമല്ല, ഇത് അങ്ങനെ പോരാ, ഇതിന് കുറച്ച് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള മനസ്സിലുള്ള ചോദ്യം, എങ്ങനെ സ്വർഗത്ത് പോകാമെന്നാ. ഇതായിരുന്നു ഇതിന്റെ പരിപാടിയല്ലേ, എന്നാൽ എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ കൂടിയിരിക്കുന്ന മൂപ്പന്മാര് കൃപയുള്ളവർ പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ, ഒരാത്മാവിന്റെ വിലയല്ലേ. ആ മനുഷ്യൻ ഇന്ന് മരിച്ചുപോയ പാസ്റ്റർ വില പറയൂ. പുള്ളിക്ക് അങ്ങ് ടെൻഷനുമായി. പുള്ളി അവസാനം ഒരു കാര്യം ചെയ്തു, അരമണിക്കൂർ ആ വെള്ളത്തിൽ വെച്ച് ഗ്ലാസ് എടുത്തിട്ട് എൻ്റെ അപ്പനെ സ്നാനപ്പെടുത്തുന്നത്. സ്നാനപ്പെട്ട് കയറിയപ്പോൾ എൻ്റെ അപ്പൻ്റെ കാര്യം മനസ്സിലാകുന്നത്, എല്ലാവർക്കും ഇവിടെ ഒരു ചൂടി ഡ്രസ്സും ഉണ്ട്, എൻ്റെ അപ്പൻ അതും എടുത്തിട്ടില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ എന്ന് വെച്ചാൽ പ്രീ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. വെച്ചാൽ ഇന്ന് രാത്രിയിലെ പടച്ച തമ്പുരാൻ നിന്റെ ഹൃദയത്തോട് ഇടപെടുന്നെങ്കിൽ സാഹചര്യം ഒന്നും നോക്കണ്ടതേ, സ്നാനത്തൊട്ടി റെഡിയാ, സ്നാനപ്പെടാൻ അഭിഷക്തന്മാര് പുറകിലുണ്ട്. ഇന്ന് രാത്രി മനസ്സുകൊണ്ടൊരു തീരുമാനമെടുക്കാമെങ്കിൽ ആത്മാവ് ജീവൻ രക്ഷ പ്രാപിക്കുന്നൊരു ദൂത് ഞാൻ പറയാ. സ്നാനത്തിനകത്ത് നീ മുങ്ങിപ്പോകുമ്പോ യേശുവിന്റെ മരണത്തിന്റെ പങ്കാളിത്തം നീ സ്വീകരിക്കുക.